ഒരു രാഷ്ട്രത്തിൻ്റെ തന്നെ ഭാഗധേയത്തെ നിർണയിക്കുന്ന ചില നിർണായകമായ നിമിഷങ്ങൾ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് വലിയ യുദ്ധങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല, മറിച്ച് അവ ചില വ്യക്തികളുടെ കടുംപിടുത്തങ്ങളോ വിട്ടുവീഴ്ചകളോ ആവാം. അത്തരം ഒരു ചരിത്ര നിമിഷത്തിലേക്ക് ഒരു എത്തിനോട്ടമാണ് ഇന്ന് നമ്മൾ ഈ പഠനത്തിലൂടെ നടത്തുന്നത്. ജീവസന്ദേശം ഉൽപ്പത്തി പുസ്തക പഠനത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. തനിക്ക് പ്രതിയോഗിയായി തീർന്ന സഹോദരനായ ഏശാവിനോട് സ്വന്തം തെറ്റുകൾ സമ്മതിച്ച് നിരപ്പ് പ്രാപിപ്പാനും പ്രായശ്ചിത്തം ചെയ്യുവാനും യാക്കോബ് കാണിച്ച മനോഭാവം ഒരു ഉത്തമ ക്രിസ്തീയ മാതൃകയാണ്. നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക എന്ന ക്രിസ്തു വചനം ദൈവസന്നിധി നിൽക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ആത്മീയ പ്രാധാന്യങ്ങളെ വ്യക്തമായി സൂചിപ്പിക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ചരിത്ര പുസ്തകം തിരുത്തി എഴുതുവാൻ ചിലർക്ക് സാധിച്ചേക്കാം, എന്നാൽ ചരിത്രം തിരുത്തുവാൻ ആരെക്കൊണ്ടും കഴിയുമോ? യാക്കോബ് ഏശാവിൻ്റെ അടുത്ത് നിന്നും ലാബാൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി 2 പതിറ്റാണ്ട് കഴിഞ്ഞ് അവൻ ഇപ്പോൾ ലാബാൻ്റെ അടുത്ത് നിന്നും ഓടുകയാണ്. എന്നാൽ എവിടെയാണ് അവൻ എത്തുന്നത്? ഏശാവിൻ്റെ അടുക്കൽ. ഇതാ യാക്കോബിൻ്റെ കഴിഞ്ഞ കാലം അവനെ തേടിയെത്തുന്നു. അത് കണ്ടിട്ടവൻ പേടിച്ചരണ്ട് നിൽക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം നാം ചിന്തിക്കുവാൻ ആരംഭിച്ചതായിരുന്നു. ഇന്ന് 7 മുതലുള്ള വാക്യങ്ങൾ അതിഗൗരവമായിട്ടുള്ള ഒരു സംഭവ പരമ്പര. 7-8 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ച് ഭയവശനായി തന്നോടുകൂടി ഉണ്ടായിരുന്ന ജനത്തെയും ആടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും 2 കൂട്ടമായി വിഭാഗിച്ചു. ഏശാവ് ഒരു കൂട്ടത്തിൻ്റെ നേരെ വന്നതിനെ നശിപ്പിച്ചാൽ മറ്റേ കൂട്ടത്തിന് ഓടിപ്പോകാമല്ലോ എന്ന് പറഞ്ഞു. തൻ്റെ സഹോദരൻ തൻ്റെ നേരെ വരുന്നതിനാൽ യാക്കോബ് തനിക്കുള്ളതിനെ മൊത്തം 2 കൂട്ടമായി വിഭജിക്കുന്നു. ഏശാവ് ഒരു കൂട്ടത്തെ ആക്രമിച്ചാൽ മറ്റേ കൂട്ടത്തിന് ഓടി രക്ഷപ്പെടാമല്ലോ എന്നാണ് യാക്കോബ് ചിന്തിച്ചത്. യാക്കോബ് ചെയ്യുന്നത് എന്താണെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. തൻ്റെ വേദനയിലും പ്രതിസന്ധിയിലും യാക്കോബ് ദൈവത്തോട് അപേക്ഷിക്കുന്നു. 9-10 വാക്യങ്ങളിൽ ആ അപേക്ഷ കാണുന്നു. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും എൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൈവവുമായുള്ളവേ, നിൻ്റെ ദേശത്തേക്കും നിൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോക, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളിച്ചെയ്ത യഹോവേ, അടിയനോട് കരുണ കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. തൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമേ എന്ന് സംബോധന ചെയ്ത് ഇവിടെ ഇതാ ഈ മനുഷ്യൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. അവൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തിൽ അവൻ ആശ്രയിക്കുവാൻ തുടങ്ങുന്നു. യാക്കോബിൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ഒരല്പം വ്യത്യാസം കാണുന്നുണ്ട്. അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഇതാദ്യമായിട്ടാണ് യാക്കോബിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം നാം കാണുന്നത്. താൻ ദൈവമുൻപാകെ ഒരു പാപിയാണെന്ന് ആദ്യമായി യാക്കോബ് അംഗീകരിക്കുന്നു. ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവരിൽ വലിയ ഒരു കൂട്ടം തങ്ങൾ പാപികളാണെന്ന് വാസ്തവത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാമോ?
പാപബോധമില്ലാത്തതാണ് അനേകരുടെയും ജീവിത പരാജയത്തിൻ്റെ കാരണം തന്നെ. നിങ്ങളൊരു പാപിയാകുന്നു എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോഴൊക്കെ അരിശം പൂണ്ടിരുന്ന ഒരു മനുഷ്യനെ എനിക്കറിയാം. അയാൾ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞു. അയാൾ ഇന്ന് രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെന്നും പാപിയല്ലെന്നുമാണ് അയാളുടെ വാദം. പ്രിയ സുഹൃത്തെ, നാം എല്ലാം പാപികളാണ്. നമ്മുടെ രക്ഷ വാസ്തവത്തിൽ സ്ഥാനീയമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ നീതിമാന്മാർ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂലം നീതിമാന്മാർ എന്ന സ്ഥാനം ദൈവം നമുക്ക് നൽകിയതാണ്. നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്രയും കാലം നമുക്ക് ആ പഴയ പാപ സ്വഭാവമുണ്ട്. അതെ, സ്വർഗത്തിൽ പോകുവാൻ ഒട്ടും ഉതകാത്ത ആ സ്വഭാവം. ഈ സ്വഭാവം കൊണ്ട് ജോർജ് ഫിലിപ്പിന് സ്വർഗത്തിൽ പോകുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ദൈവം എനിക്കൊരു പുതിയ സ്വഭാവം നൽകുന്നത്. പഴയത് റിപ്പയർ ചെയ്യാൻ പോലും സാധിക്കാത്ത വണ്ണം തകർന്നിരിക്കുകയാണ്. താൻ അയോഗ്യനാണെന്ന് ഇവിടെ യാക്കോബ് പറയുവാൻ തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ ഒരു വ്യക്തി ദൈവത്തോട് അടുത്ത് വരുമ്പോൾ ദൈവം ആ വ്യക്തിയോട് ഇടപെടുന്നതായി നമുക്ക് കാണാവുന്നതാണ്. യാക്കോബ് ഇപ്പോൾ ഇവിടെ രസകരമായൊരു പ്രസ്താവന നടത്തുന്നു. ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോൾ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. ഒരു വടിയോടുകൂടി പോയവൻ 2 വലിയ കൂട്ടമായി തീർന്നിരിക്കുന്നു. അവൻ്റെ സമ്പത്തിൻ്റെ വലിപ്പമാണ് ഇവിടെ അവൻ കാണിക്കുന്നത്. 11ഉം 12ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, എൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, പക്ഷേ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയെയും നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. നീയോ, ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിൻ്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തുവല്ലോ. യാക്കോബ് വാസ്തവത്തിൽ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ആ രാത്രി അവന് വളരെയേറെ വേദനയുണ്ടായ ഒരു രാത്രിയായിരുന്നു, സംശയമില്ല. ദൈവം പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അവൻ കരയുകയാണ്. നാമും പലപ്പോഴും അങ്ങനെയാണല്ലോ. നാം മുഴുവൻ തെറ്റിയാലും ദൈവം പറഞ്ഞതൊക്കെ അതുപോലെ നിറവേറ്റണം എന്നതാണ് നമ്മുടെ വാദം. ഏതായാലും പിറ്റേ ദിവസം വളരെ ഔദാര്യ മനസ്കനെ പോലെ യാക്കോബ് ഏശാവിനൊരു സമ്മാനം തയ്യാറാക്കി. 15-ാം വാക്യം വരെയുള്ള ഭാഗത്ത് അതാണ് നാം കാണുന്നത്, ഈ സമ്മാനം ഉണ്ടാക്കുന്നത്. പിന്നീട് അവൻ ചെയ്യുന്നത് 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, തൻ്റെ ദാസന്മാരുടെ പക്കൽ ഓരോ കൂട്ടത്തെ പ്രത്യേകമായി ഏൽപ്പിച്ചു. തൻ്റെ ദാസന്മാരോട്, നിങ്ങൾ എനിക്ക് മുമ്പായി കടന്നുപോയി അതത് കൂട്ടത്തിന് മധ്യേ ഇടയിടുവീൻ എന്ന് പറഞ്ഞു. ഇവിടെ ഇത് യാക്കോബ് വീണ്ടും ഒരു തന്ത്രം ആവിഷ്കരിക്കുന്നു. എത്ര കാലം കഴിഞ്ഞാലും ഇത് മാറാത്ത ഒരു സ്വഭാവമാണെന്ന് തോന്നുന്നല്ലേ. അവൻ ആദ്യം ഒരു സമ്മാനം അവൻ്റെ സഹോദരന് കൊടുത്തയക്കുന്നു, വളരെ വില കൂടിയ സമ്മാനം. ആ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ വില ഒന്ന് കണക്ക് കൂട്ടി നോക്കാം. ഇനി ആ സമ്മാനം ചെല്ലുമ്പോൾ ഏശാവ് ചോദിക്കും, ഇതെന്താ? അതുമായി ചെല്ലുന്ന ദാസന്മാർ അപ്പോൾ പറയും, ഞങ്ങൾ നിൻ്റെ സഹോദരനിൽ നിന്നും സമ്മാനങ്ങൾ കൊണ്ടുവരികയാണ്. ഏശാവ് അത് സ്വീകരിച്ചിട്ട് അല്പം മുമ്പോട്ട് ചെല്ലുമ്പോൾ അതുപോലെ തന്നെ വേറൊരു സമ്മാനം. അപ്പോൾ അവൻ അതുകൊണ്ട് ചെല്ലുന്ന ദാസന്മാരോട് ചോദിക്കും, നിങ്ങൾ എവിടെ പോകുകയാണ്? അവർ അതിന് മറുപടി പറയും, ഞങ്ങൾ ഏശാവിനെ കാണുവാൻ പോകുകയാണ്. അവൻ്റെ സഹോദരൻ യാക്കോബ് തന്നയച്ച സമ്മാനങ്ങളത്രേ ഇത്. ഞാനാണ് ഏശാവ് എന്ന് ഏശാവ് പറയും. അങ്ങനെ യാക്കോബും കുടുംബവും ആയിരിക്കുന്നിടത്ത് എത്തുമ്പോഴേക്കും ഏശാവ് ആകെ തണുക്കും എന്നാണ് യാക്കോബ് ചിന്തിച്ചത്. എങ്ങനെയുണ്ട് യാക്കോബിൻ്റെ പദ്ധതി? യാക്കോബ് തലേന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ അവൻ ദൈവത്തിൻ്റെ വാക്കുകൾ ദൈവത്തെ ഓർപ്പിച്ചാണ് പ്രാർത്ഥിച്ചത്. നിൻ്റെ ദേശത്തിലേക്കും നിൻ്റെ ചാർച്ചക്കാരുടെ അടുത്തേക്കും മടങ്ങിപ്പോക, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ എന്ന് യാക്കോബ് പറയുകയാണ്. എന്നാൽ വാസ്തവത്തിൽ അവൻ ദൈവത്തിൽ വിശ്വസിച്ചോ? ഇല്ല. കാരണം ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും അവൻ മുൻപോട്ട് പോകുമ്പോൾ സഹോദരൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനായി സ്വന്തം പദ്ധതികൾ ക്രമീകരിക്കുകയാണ്. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. നാമും പലപ്പോഴും ഇതേ സ്ഥിതിയിലല്ലേ എന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ്. നാം നമ്മുടെ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ നിരത്തിവെക്കും, പക്ഷേ വീണ്ടും ഭാരങ്ങളെല്ലാം നമ്മുടെ ചുമലിലേറ്റി വ്യാകുലപ്പെട്ട് നാം നടക്കും. വാസ്തവത്തിൽ നാം ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നില്ല.
അവനിൽ ആശ്രയിക്കേണ്ടതുപോലെ ആശ്രയിക്കുന്നില്ല എന്നാണത് കാണിക്കുന്നത്. ഒന്ന് ചിന്തിക്കൂ, നാം പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പദ്ധതികൾ സ്വയം ആവിഷ്കരിക്കുമ്പോൾ നമ്മുടെ ജീവിതം യാക്കോബിനെ പോലെ ഒരു ഓട്ടമാണ്, ഒരു തത്രപ്പാടാണ്. അതുകൊണ്ട് എന്താ, ഭാരമൊഴിഞ്ഞൊരു നിമിഷം പോലുമില്ല. 17 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഒന്നാമത് പോകുന്നവനോട് അവൻ, എൻ്റെ സഹോദരനായി ഏശാവ് നിന്നെ കണ്ട് നീ ആരുടെ ആൾ, എവിടെ പോകുന്നു, നിൻ്റെ മുമ്പിൽ പോകുന്ന ഇവ ആരുടെ വക എന്നിങ്ങനെ നിന്നോട് ചോദിച്ചാൽ, നിൻ്റെ അടിയൻ യാക്കോബിൻ്റെ വക ആകുന്നു, ഇത് യജമാനനായി ഏശാവിന് അയച്ചിരിക്കുന്ന സമ്മാനം, അതാ അവനും പിന്നാലെ വരുന്നു എന്ന് നീ പറയണം എന്ന് കൽപ്പിച്ചു. രണ്ടാമത്തവനോട് മൂന്നാമത്തവനോടും കൂട്ടങ്ങളെ നടത്തിക്കൊണ്ടുപോകുന്ന എല്ലാവരോടും നിങ്ങൾ ഏശാവിനെ കാണുമ്പോൾ ഇപ്രകാരം അവനോട് പറവീൻ, അതാ നിൻ്റെ അടിയൻ യാക്കോബ് പിന്നാലെ വരുന്നു എന്നും പറവീൻ എന്ന് അവൻ കൽപ്പിച്ചു. എനിക്ക് മുമ്പായി പോകുന്ന സമ്മാനം കൊണ്ട് അവനെ ശാന്തമാക്കിയിട്ട് പിന്നെ ഞാൻ അവൻ്റെ മുഖം കണ്ടുകൊള്ളാം, പക്ഷേ അവൻ എന്നോട് ദയ തോന്നുമായിരിക്കും എന്ന് പറഞ്ഞു. തൻ്റെ സഹോദരന് തന്നോടുണ്ടാകുവാൻ സാധ്യതയുള്ള കോപത്തെ ശമിപ്പിക്കുവാനായി യാക്കോബ് പല ഘട്ടങ്ങളിലായി തനിക്ക് മുൻപായി ഏശാവിന് സമ്മാനങ്ങൾ കൊടുത്തയക്കുന്നു. ഇതൊരു തന്ത്രശാലിയായ യാക്കോബ് സ്വന്തം ബുദ്ധിയിൽ നടത്തുന്ന നീക്കമാണെന്ന് ഓർക്കണം. 21 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അങ്ങനെ സമ്മാനം അവൻ്റെ മുമ്പിൽ പോയി അവനോ അന്ന് രാത്രി കൂട്ടത്തോടുകൂടെ പാർത്തു. രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തൻ്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. യാക്കോബിൻ്റെ ജീവിതത്തിലെ ആ വലിയ അനുഭവത്തിൻ്റെ രാത്രിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്ന് രാത്രി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാബോക്ക് കടവിങ്കൽ യാക്കോബ് തനിയെ നിന്നു. പണ്ട് അവൻ ബഥേലിൽ വന്നപ്പോഴത്തേതുപോലെ തന്നെ ഒരു അനുഭവമാകാം. അന്ന് സ്വയം രക്ഷിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടെ ഒരു വലിയ കൂട്ടമുണ്ട്. തൻ്റെ ആയുസിൻ്റെ 20 നീണ്ട വർഷം ചോരയും നീരും കൊടുത്ത് നേടിയെടുത്തത് മുഴുവൻ കൂടെയുണ്ട് ഇപ്പോൾ. എന്നാൽ ഇപ്പോൾ അവൻ്റെ ഹൃദയം ഭയം കൊണ്ടും സംശയം കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. യാക്കോബ് വർഷങ്ങൾക്ക് മുമ്പ് ഏശാവിനോട് മോശമായി പെരുമാറിയതാണ്. അവൻ ചെയ്തതുപോലെ ജ്യേഷ്ഠാവകാശമോ അപ്പൻ്റെ അനുഗ്രഹമോ കൈക്കലാക്കണമെന്ന് ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിച്ചതേയില്ല. ദൈവം തന്നെ അവനത് നൽകുമായിരുന്നു. ദൈവവിരുദ്ധമായ പദ്ധതിയാലും തന്ത്രത്താലും അത് കൈക്കലാക്കിയതിൻ്റെ ഭയം അവനെ വർഷങ്ങൾക്ക് ശേഷവും വേട്ടയാടുന്നു. അന്ന് രാത്രി യാക്കോബ് തനിക്കുള്ളതിനെ എല്ലാം യാബോക്ക് കടവിന് അക്കരെ കടത്തുന്നു. എന്നിട്ട് യാക്കോബ് തനിയെ ഇക്കരെ കഴിയുന്നു. അഥവാ ഏശാവ് വന്ന് തന്നെ കൊന്നാൽ കുടുംബത്തെ മുഴുവൻ രക്ഷിക്കാമല്ലോ, അതുകൊണ്ട് യാക്കോബ് തനിയെ ആയി. 24 വാക്യം ശ്രദ്ധിച്ചാട്ടെ, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ല് പിടിച്ചു. ഇവിടെ ഒരു മൽപ്പിടുത്തത്തെക്കുറിച്ച് പറയുന്നു. ആരോട് മല്ല് പിടിച്ചുവെന്നാണ് നിങ്ങൾ കരുതുന്നത്? അതൊന്ന് വ്യക്തമാക്കിയിട്ട് ഈ ഗുസ്തി മത്സരത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. കാണാൻ കൊള്ളാവുന്ന ഒരു റെസ്ലിംഗ് ആണിത്, ഗുസ്തി മത്സരം. യാക്കോബിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങളൊന്ന് ചിന്തിക്കൂ. അന്ന് അവിടെ മല്ല് കെട്ടിയത് യാക്കോബാകുന്നു എന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ ധാരണയിൽ ചിലർ പ്രാർത്ഥിക്കാറുമുണ്ട്. കേട്ടിട്ടില്ലേ? കർത്താവേ, യാക്കോബ് മല്ല് പിടിച്ച് അനുഗ്രഹം വാങ്ങിയതുപോലെ തന്നെ ഞാനും അനുഗ്രഹം വാങ്ങുവാൻ വന്നിരിക്കുകയാണ്, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന്. പ്രിയ സുഹൃത്തെ, സൂക്ഷിച്ചു വേണം അങ്ങനെ പ്രാർത്ഥിക്കുവാൻ. ഒടുവിൽ കിട്ടുന്നത് ഉളുക്കായിരിക്കും. വാസ്തവത്തിൽ യാക്കോബ് ആരുമായും മല്ല് പിടിക്കുവാനുള്ള മൂഡിലല്ലായിരുന്നു. തനിക്ക് ദോഷം ചെയ്യുവാൻ നിരൂപിച്ചു വന്ന ലാബാൻ അവൻ്റെ പിൻപിലുണ്ട്. കഴിഞ്ഞ 20 വർഷങ്ങൾ തൻ്റെ ജീവന് ഭീഷണിയായിരുന്ന ജ്യേഷ്ഠൻ ഏശാവ് 400 ആളുമായി എതിരെ വരുന്നുണ്ട്. ഇവർ 2 പേരുമായി മല്ല് കെട്ടുവാൻ യാക്കോബിന് ത്രാണിയില്ല. അവനതിന് പ്ലാനുമില്ല. അവനിപ്പോൾ ചെകുത്താനും കടലിനും ഇടയിൽ എന്നതുപോലെ നിൽക്കുന്നു. ഏത് വഴിക്ക് തിരിയണമെന്ന് പോലും അവനറിയില്ല. അന്ന് രാത്രി 3ാമത് ഒരു വ്യക്തിയുമായി ഗുസ്തിക്ക് യാക്കോബ് തയ്യാറാകുമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാനൊരിക്കലും അങ്ങനെ കരുതുന്നില്ല. യാക്കോബ് ഇവിടെ ഗുസ്തിക്കാരനേ അല്ല. അല്പം സ്വസ്ഥത മാത്രമാണ് അവൻ അന്ന് രാത്രി ആഗ്രഹിക്കുന്നത്.
അന്ന് രാത്രി യാക്കോബ് തനിയെ ശേഷിച്ചു. കാരണം തനിയെ ആയിരിക്കുവാൻ അവൻ ആഗ്രഹിച്ചു. ഇനിയും ആരുമായും ഒരു മൽപ്പിടുത്തത്തിന് അവന് താല്പര്യമില്ല. ആകെ മടുത്തു. അപ്പോൾ അന്ന് രാത്രി യാക്കോബുമായും മല്ലുകെട്ടിയ ഈ വ്യക്തി ആരായിരിക്കും? ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് അവിടെ യാക്കോബുമായി മല്ല് പിടിക്കുവാൻ വന്നത് മനുഷ്യാവതാരത്തിന് മുമ്പുള്ള ക്രിസ്തുവാകുന്നു എന്നത്രേ. ഈ വിഷയത്തിൽ ചില സൂചനകൾ ഹോശേയ പ്രവചനത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. ഹോശേയ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഹോശേയ പ്രവചനം 12-ന്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ. എഫ്രയീം കാറ്റിൽ ഇഷ്ടപ്പെട്ടു കിഴക്കൻ കാറ്റിനെ പിന്തുടരുന്നു. അവൻ ഇടവിടാതെ ഭോഷ്കും ശൂന്യവും വർദ്ധിപ്പിക്കുന്നു. അവർ അശൂര്യരോട് ഉടമ്പടി ചെയ്യുന്നു. മിസ്രൈമിലേക്ക് എണ്ണ കൊടുത്തയക്കുന്നു. യഹോവയ്ക്ക് യഹൂദയോടും ഒരു വ്യവഹാരമുണ്ട്. അവൻ യാക്കോബിനെ അവൻ്റെ നടപ്പിന് തക്കവണ്ണം സന്ദർശിക്കും. അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവന് പകരം കൊടുക്കും. അവൻ ഗർഭത്തിൽ വെച്ച് തൻ്റെ സഹോദരൻ്റെ കുതികാൽ പിടിച്ചു. തൻ്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി. അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു. അവൻ ബേഥേലിൽ വെച്ച് അവനെ കണ്ടെത്തി. അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു. യഹോവ സൈന്യങ്ങളുടെ ദൈവമാകുന്നു. യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. അതെ, യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഇവിടെ യാക്കോബുമായി മൽപ്പിടുത്തം നടത്തുവാൻ വന്നത് മനുഷ്യാവതാരത്തിന് മുമ്പുള്ള ക്രിസ്തുവല്ലാതെ മറ്റാരുമല്ല. എന്താണ് ഈ മൽപ്പിടുത്തം? നാം സാധാരണ കാണാറുള്ള മൽപ്പിടുത്തം പോലെ വല്ലതുമാണോ ഇത്? ആത്മാവാകുന്ന ദൈവവുമായി മനുഷ്യൻ മല്ല് കെട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശാരീരികമായ ഒരു ഗുസ്തി നടന്നു എന്നല്ല. പിന്നെന്താണ് അതിൻ്റെ അർത്ഥം? ദൈവവും യാക്കോബിൻ്റെ ആത്മാവുമായി ഒരു വാദപ്രതിവാദം നടന്നു എന്ന് ചിന്തിക്കാം. ദൈവം യാക്കോബിനെ അവൻ്റെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നു. യാക്കോബ് തൻ്റേതായ ന്യായവാദത്തിലൂടെ മുൻപോട്ട് പോകുന്നു. ഉദാഹരണത്തിന് ദൈവം പറയുന്നു, മകനെ യാക്കോബേ, എനിക്ക് നിന്നെ അനുഗ്രഹിക്കണം. ഞാൻ നിൻ്റെ മുത്തച്ഛൻ അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി, പിന്നീട് നിൻ്റെ അപ്പൻ ഇസഹാക്കിനോട് ആവർത്തിച്ച ആ ഉടമ്പടി ഈ തലമുറയിൽ നിന്നിലൂടെയാണ് നിറവേറ്റുവാൻ പോകുന്നത്. അത് എൻ്റെ പദ്ധതിയാണ്. എന്നാൽ നിൻ്റെ ഈ പ്രകൃതം അതിന് തടസ്സമായിരിക്കുന്നു. എന്നിൽ ആശ്രയിക്കാതെ നിൻ്റെ ജഡത്തിൽ ആശ്രയിക്കുന്ന കാലത്തോളം എനിക്ക് നിന്നെ അനുഗ്രഹിക്കുവാൻ കഴിയില്ല യാക്കോബേ. ഒന്നുകിൽ നിൻ്റെ ഈ സ്വഭാവത്തിന് മാറ്റമുണ്ടാകണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണം. മറ്റൊരു വിധത്തിൽ ദൈവം ഇങ്ങനെ പറഞ്ഞുവെന്ന് വിചാരിക്കുക, യാക്കോബേ, നീ നിൻ്റെ ജ്യേഷ്ഠനെ ചതിച്ചത് തെറ്റല്ലേ? നിൻ്റെ അപ്പനെ വഞ്ചിച്ചത് ഒരിക്കലും ശരിയായിട്ടില്ല. മോഷണവും വഞ്ചനയും ആൾമാറാട്ടവും കള്ളവും ഒക്കെ ഒരു വിധത്തിലും ദൈവം അംഗീകരിക്കുകയില്ല. അതെത്ര നല്ല ലക്ഷ്യത്തോടെയാണെങ്കിലും ദൈവം അംഗീകരിക്കുകയില്ല. അതിന് യാക്കോബ് എങ്ങനെ പ്രതികരിച്ച് കാണുമെന്നറിയാമോ? യാക്കോബ് പറഞ്ഞു കാണും, ദൈവമേ, ഈ പറഞ്ഞത് എൻ്റെ കുഴപ്പമാണോ? നീയല്ലേ എൻ്റെ അമ്മയോട് പറഞ്ഞത് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന്? തക്ക സമയത്ത് എൻ്റെ അമ്മ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ അപ്പൻ ഏശാവിനെ അനുഗ്രഹിച്ചേനേയും. അങ്ങനെ നിൻ്റെ പദ്ധതിയാകെ പൊളിഞ്ഞേനേയും. അതുകൊണ്ട് ഞാനും എൻ്റെ മമ്മിയും കൂടി അങ്ങേ സഹായിക്കാനാണ് ഉദ്ദേശിച്ചത്. എത്ര നല്ല മറുപടി അല്ലേ? ദൈവത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുവാൻ എന്ന വ്യാജേന കള്ളത്തരങ്ങളിലൂടെ സ്വന്തം കാര്യങ്ങൾ കാണുന്നവരുടെ വ്യക്തമായൊരു ചിത്രമാണ് ഇവിടെ യാക്കോബിൽ നാം കാണുന്നത്. എന്നാൽ ദൈവം എന്തു ചെയ്തു എന്ന് നമുക്ക് നോക്കാം. 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവനെ ജയിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. ചില സമയങ്ങളിൽ നമ്മുടെ കടുംപിടുത്തങ്ങളും ദൈവത്തിന് വിധേയപ്പെടാത്ത സ്വഭാവവും മൂലം അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവായ സർവശക്തനായ ദൈവത്തിനു പോലും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വരാം. ചില കാര്യങ്ങൾ തെറ്റാണെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും മുടന്തൻ ന്യായങ്ങൾ നിരത്തി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന ഒരു പ്രകൃതം നമുക്കില്ലേ? പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കുവാൻ യാക്കോബിന് ഭാവമില്ല. അവൻ ആ പുരുഷനോട് പരമാവധി പിടിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഒടുവിൽ ആ പുരുഷൻ യാക്കോബിനെ മുടന്തനാക്കി. എൻ്റെ അഭിപ്രായത്തിൽ അതിന് വ്യക്തമായൊരു കാരണമുണ്ട് താനും.
23-ാം വാക്യത്തിൽ നാം വായിച്ചത് തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു എന്ന് പറഞ്ഞാൽ, അഥവാ മറ്റ് രക്ഷയൊന്നുമില്ലെങ്കിൽ മുമ്പിൽ നിന്നും ആക്രമണം ആരംഭിക്കുമ്പോൾ തനിയെ ഓടി രക്ഷപ്പെടുക എന്നതായിരുന്നു അവൻ്റെ പദ്ധതി. നേടിയതൊക്കെ നഷ്ടപ്പെട്ടാലും അവ പിന്നെയും ഉണ്ടാക്കാമല്ലോ എന്നുള്ള ചിന്ത. നാം എല്ലാം നമുക്ക് വേണ്ടി പദ്ധതികൾ ക്രമീകരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ദൈവത്തെ വിളിച്ചു നോക്കാം, ഒത്തെങ്കിലൊക്കട്ടെ, ഇല്ലെങ്കിൽ വേറെ പ്ലാനുണ്ടല്ലോ. പ്രിയരെ, ഇത് ജഡത്തിൻ്റെ തന്ത്രമാണ്. ദൈവം യാക്കോബിൻ്റെ തുടയുടെ തടം തൊട്ടു, അവൻ മുടന്തനായി. ഇനി അവൻ ഓടുന്നത് എങ്ങനെയാണ്? എന്നാൽ ഇത് അവനെ ഉപദ്രവിക്കുവാനല്ല, അനുഗ്രഹിക്കുവാനാണ്. അവനോടുള്ള ദേഷ്യം കൊണ്ടല്ല, അവനോടുള്ള സ്നേഹം കൊണ്ടാണ് ദൈവം ഇത് ചെയ്യുന്നത്. പലപ്പോഴും നമുക്കും ഇങ്ങനെ സംഭവിക്കാറില്ലേ സുഹൃത്തേ? പലപ്പോഴും ദൈവം തെറ്റെന്ന് കാണിച്ചു തന്ന പലതും അനുദപിച്ചുപേക്ഷിക്കാത്തതിനാൽ ഇന്ന് നിങ്ങൾ മുടന്തി നടക്കുന്ന അവസ്ഥയിലാണോ? 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നെ വിടുക, ഉഷസുദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നവൻ പറഞ്ഞു. വാസ്തവത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? യാക്കോബ് ദൈവത്തെ വിടാതെ പിടിച്ചിരിക്കുകയാണോ? ഞാൻ കരുതുന്നത് രാത്രി മുഴുവൻ ദൈവം അവനോട് ഇടപെടുകയായിരുന്നു. അവനെ അനുഗ്രഹിക്കുവാനുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതിയും അതിന് വിഘാതമായി അവൻ്റെ ജീവിതത്തിലുള്ള കുറവുകളുമാണ് ഇവിടെ വിഷയം. അവൻ അതൊന്നും സമ്മതിക്കുന്നില്ല. എല്ലാറ്റിനും അവന് എന്തെങ്കിലുമൊക്കെ ന്യായീകരണമുണ്ട്, ഒഴികഴിവുണ്ട്. ഇതിനിടെ അവൻ്റെ കാൽ ഉളുക്കുകയും ചെയ്തു. മുടന്തനായി മല്ല് പിടിക്കുക എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുന്നില്ല എന്നർത്ഥമാണ്. പോരാടുന്നത് കൊണ്ടോ എതിർത്ത് നിൽക്കുന്നത് കൊണ്ടോ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നും നിങ്ങൾ ഒന്നും നേടുവാൻ പോകുന്നില്ല സുഹൃത്തേ. ഇത് യാക്കോബ് മനസ്സിലാക്കി. ദൈവത്തിൽ നിന്നും താങ്കൾ എന്തെങ്കിലും നേടുന്നത് പൂർണ്ണമായി ദൈവഹിതത്തിനായി സമർപ്പിക്കുന്നതിനാലും വിടാതെ അവനെ പറ്റി നിൽക്കുന്നതിനാലും മാത്രമാണ്. 27-28 വാക്യങ്ങളിൽ, നിൻ്റെ പേരെന്ത് എന്ന് അവൻ അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിൻ്റെ പേര് നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. ദൈവം യാക്കോബിനോട് ചോദിക്കുന്നത് നിൻ്റെ പേരെന്ത്? യാക്കോബിൻ്റെ പേരറിയാത്തത് കൊണ്ടല്ല ദൈവം അവനോട് ഇങ്ങനെ ചോദിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ലഭ്യമായിട്ടുള്ള രേഖയനുസരിച്ച് ഇതിനു മുമ്പ് യാക്കോബിനോട് നീ ആരാകുന്നു മകനെ എന്ന് ചോദിച്ചത് 27-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലത്രേ. അന്ന് പ്രായാധിക്യത്തിൽ കാഴ്ച മങ്ങിയ ഇസഹാക്ക് ഈ ചോദ്യം ചോദിച്ചപ്പോൾ യാക്കോബ് പറഞ്ഞത് അവൻ ഇസഹാക്കിൻ്റെ ആദ്യജാതൻ ഏശാവാകുന്നു എന്നായിരുന്നു. ബൈബിൾ അനുസരിച്ച് ഒരു പുതിയ പേര് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ആരംഭം കുറിക്കുക എന്നാണ്. അതാണ് അർത്ഥം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ അത് അബ്രഹാമിനോടും സാറായോടുമുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടിൽ നാം കാണുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ ശിമോനോട് യേശു അവൻ്റെ പേര് ചോദിച്ചിട്ട് പുതിയ പേരിനെക്കുറിച്ച് പറയുന്നത് നാം കാണുന്നു. ഇനി മേലിൽ യാക്കോബ് അറിയപ്പെടുന്നത് ഉബായി അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്നവൻ എന്ന പേരിലല്ല, പിന്നെയോ ഇസ്രായേൽ എന്ന പേരിലാണ്. കാരണം ഒരു രാജാവിനെ പോലെ നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഇസ്രായേലിൻ്റെ പുതിയ സ്വഭാവം ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രതിഫലിക്കും. 29-30 വാക്യങ്ങളിൽ നാം കാണുന്നത്, യാക്കോബ് അവനോട് നിൻ്റെ പേർ എനിക്ക് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. നീ എൻ്റെ പേർ ചോദിക്കുന്നത് എന്ത് എന്ന് അവൻ പറഞ്ഞു. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. യാക്കോബ് ദൈവത്തിൻ്റെ ദൂതനെ കണ്ടു. അതെ, മനുഷ്യാവതാരത്തിന് മുമ്പുള്ള ക്രിസ്തു. ആ സ്ഥലത്തിന് അവൻ പെനിയേൽ എന്ന് പേരിട്ടു. അതിൻ്റെ അർത്ഥം ദൈവമുഖം എന്നാകുന്നു. 31-32 വാക്യങ്ങളിൽ, അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു, എന്നാൽ തുടയുടെ ഉളുക്ക് നിമിത്തം അവൻ മുടന്തി നടന്നു. അവൻ യാക്കോബിൻ്റെ തുടയുടെ തടത്തിലെ ഞരമ്പ് തൊടുക കൊണ്ട് ഇസ്രായേൽ മക്കൾ ഇന്നുവരെയും തുടയുടെ തടത്തിലെ ഞരമ്പ് തിന്നാറില്ല. യാക്കോബിനെ തൻ്റെ ഉദ്ദേശത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് അവനെ മുടന്തനാക്കേണ്ടി വന്നു. ചില തന്ത്രങ്ങളും പിടിവള്ളികളും യാക്കോബിന് അറിയാമായിരുന്നു. അവൻ ചിന്തിച്ചത് അല്പസമയത്തിനുള്ളിൽ ആ സാഹചര്യത്തെ അതിജീവിക്കുവാൻ അവനെക്കൊണ്ട് സാധിക്കുമെന്നാണ്. അതിനെ അതിജീവിക്കുവാൻ അവനെക്കൊണ്ടാവില്ലെന്ന് ഒടുവിൽ അവൻ തിരിച്ചറിഞ്ഞു. എന്നാലും സമർപ്പിക്കുവാൻ അവൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട്
ദൈവം ചെയ്തതെന്താണ്? വേണമെങ്കിൽ തൻ്റെ ഉന്നതമായ ശക്തിയാൽ യാക്കോബിനെ താൻ അനുഗ്രഹിക്കുന്നിടത്ത് തന്നെ തളയ്ക്കാമായിരുന്നു. എന്നാൽ യാക്കോബിൻ്റെ ഇച്ഛാശക്തിയെ തളയ്ക്കുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. പക്ഷേ യാക്കോബ് സ്വയം സമ്മതിക്കണമായിരുന്നു താനൊരു ഉപായിയാണെന്ന്. അതുകൊണ്ടാണ് ദൈവം അവൻ്റെ പേര് ചോദിക്കുന്നത്. ദൈവം നിങ്ങളെ കീഴടക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കുകയല്ല, മറിച്ച് നിങ്ങൾ സ്വയം കീഴ്പ്പെട്ട് നിങ്ങളുടെ അവസ്ഥ ദൈവത്തോട് തുറന്ന് സമ്മതിക്കുകയാണ് അനുഗ്രഹത്തിൻ്റെ ആവശ്യം. ആദ്യം നാം യാക്കോബിനെ അവൻ്റെ ഭവനത്തിൽ കാണുമ്പോഴും തുടർന്ന് ഹാരാനിൽ കാണുമ്പോഴും അവനൊരു ജഡീക മനുഷ്യനായിരുന്നു. അവൻ ഒരു ഉപായിയായിരുന്നു. വഞ്ചനയായിരുന്നു അവൻ്റെ ലക്ഷ്യം. ഇവിടെ ഇതാ പെനിയേലിൽ യാബോക്ക് കടവിക്കൽ മല്ല് പിടിക്കുന്ന ഒരുവിനെ അത്രയും നാം കാണുന്നത്. ഇതിന് ശേഷം മിസ്രൈമിൽ ചെന്ന സമയത്ത് നാം അവനെ വിശ്വാസത്തിൻ്റെ ഒരു മനുഷ്യനായിട്ടാണ് കാണുവാൻ പോകുന്നത്. ഒന്നാമതൊരു ജഡീക മനുഷ്യൻ, പിന്നെ മല്ല് പിടിക്കുന്നവൻ, സമർപ്പിക്കുവാൻ പാടുപെടുന്ന ഒരുവൻ, ഒടുവിൽ ഒരു തികഞ്ഞ വിശ്വാസിയായി അവൻ രൂപാന്തരപ്പെടുന്നു. ഈ രൂപാന്തരം നമ്മുടെ സ്വഭാവത്തിലും സാധ്യമാണ് പ്രിയമുള്ളവരെ. കടുംപിടുത്തങ്ങളും ദൈവവിരുദ്ധമായ തന്ത്രങ്ങളും ഉപേക്ഷിച്ച് ദൈവത്തിനും അവിടുത്തെ പദ്ധതിക്കും വിധേയപ്പെടുവാനുള്ള അവസരം ദൈവം നമുക്ക് നൽകുന്നുണ്ട്. അത് നിശ്ചയമായും നമ്മുടെ അനുഗ്രഹത്തിന് കാരണമായി തീരും. അങ്ങനെ ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ അനുഗ്രഹം സ്വന്തമാക്കുവാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ദൈവം നിങ്ങളോട് ഇരിക്കട്ടെ. യാക്കോബിൻ്റെ ജീവിതത്തിലെ ഇരുൾ അവസാനിപ്പിക്കുവാൻ ദൈവമൊരുക്കിയ ആ രാത്രി ആഴത്തിലുള്ള ഒരു ആത്മീയ പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. കപടതയില്ലാതെ നാം യഥാർത്ഥത്തിൽ ആരാണെന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കുന്നതാകുന്നു അനുഗ്രഹം പ്രാപിക്കുവാനുള്ള ഏറ്റവും എളുപ്പമായ വഴി. ദൈവസന്നിധിയിൽ യാക്കോബ് കാണിച്ച സമർപ്പണത്തിൻ്റെ ഫലമായി ഇസ്രയേൽ എന്ന മഹത്തായ ഒരു ജനതയുടെ ഉത്ഭവം സംഭവിച്ചതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഈ പഠനം നമ്മുടെ ജീവിതത്തിലും ഒരു പുതിയ തുടക്കത്തിനും അനുഗ്രഹീതമായ ദിവസത്തിനും കാരണമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.